സുഗന്ധമുറുക്കാന്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നതായി പരാതി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഹൈറേഞ്ചിലെ ടൗണുകളിൽ സുഗന്ധമുറുക്കാൻ വിൽക്കുന്നത്. മിക്കയിടങ്ങളിലും നടപ്പാതകൾ വരെ കൈയടക്കിയാണ് വിൽപ്പന. കഞ്ചാവും MDMAയും അടക്കം സുഗന്ധമുറുക്കാന്റെ മറവിൽ വിൽപ്പന നടത്തുന്നതായാണ് ആക്ഷേപം. ഇത് തൂക്കുപാലത്തു നിന്നുള്ള കാഴ്ചയാണ്. മാസങ്ങളായി ഇയാൾ ഇവിടെ സുഗന്ധമുറുക്കാൻ എന്ന പേരിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ബിവറേജിന് സമീപം നടപ്പാത കയ്യേറിയാണ് വിൽപ്പന. മേഖലയിലെ ചില വ്യാപാരികളാണ് ഇവർക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും സൂചനയുണ്ട്. ഇത്തരത്തിൽ വിൽക്കുന്ന മുറുക്കാനിൽ വീര്യം കൂടിയ ലഹരി വസ്തുക്കൾ ചേർക്കുന്നതായാണ് വിവരം. ഇതിനോടൊപ്പം കഞ്ചാവും മറ്റ് രാസലഹരികളും സുഗന്ധമുറുക്കാന്റെ മറവിൽ വിൽപ്പന നടത്തുന്നുണ്ട്. എക്സൈസും പോലീസും വിഷയത്തിൽ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ആവശ്യപ്പെട്ടു. സുഗന്ധമുറുക്കാനും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലെല്ലാം ലഹരിയുടെ ഉറവിടങ്ങൾ എവിടെയുണ്ട് അവിടെ എല്ലാം കൃത്യമായ പരിശോധന നടത്തണം എന്നുള്ള അഭിപ്രായമാണ് ഡിവൈഎഫ്ഐക്കുള്ളത്. ഡിവൈഎഫ്ഐ ഇത് ബന്ധപ്പെട്ട എക്സൈസ് അടക്കം പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തുന്നതിനും കൃത്യമായി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും ലഹരിയുടെ വ്യാപനത്തെ തടയുന്നതിനും നമ്മുടെ യുവതലമുറയെ പൊതുസമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ ശക്തമായ നിലപാട് ഡിവൈഎഫ്ഐ സ്വീകരിക്കും. നെടുങ്കണ്ടം, തൂക്കുപാലം, കട്ടപ്പന, പൂപ്പാറ, രാജക്കാട്, ശാന്തൻപാറ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇത്തരം സംഘങ്ങൾ സജീവമാണ്. അതേസമയം നടപ്പാതകൾ കയ്യേറിയുള്ള വിൽപ്പനയ്ക്കെതിരെ ഗ്രാമപഞ്ചായത്തുകളും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരം വിൽപ്പനക്കാർ വിൽപ്പന നടത്തുന്ന പരിസരങ്ങൾ വൃത്തിഹീനമാണെന്നും ആരോഗ്യവകുപ്പ് വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.